അസ്സലാമലൈക്കും. റമളാൻ ഇന്ന് 14 കഴിഞ്ഞു. ഇനി ഇൻഷാ അള്ളാ വെറും 16 ദിവസം. ഇതിനുള്ളിൽ നമുക്കൊരു 2 ഖത്തം തീർത്താലോ? അതിന് നന്നായി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഓതണം. ആദ്യം 75 പേജ് വരെ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 2 ഖത്തം 30 റമളാനോടുകൂടി തീർക്കാം. പക്ഷെ നമ്മൾ ഓതാം ഓതാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നല്ലാതെ നമ്മുടെ മടിയും നമ്മുടെ ആ ഒരു തളർച്ചയും കൊണ്ട് നമുക്കത് നേടാനായിട്ട് കഴിയില്ല. അപ്പോൾ മടിയോട് നമുക്ക് സലാം പറയാം, എന്നിട്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താം. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു 10 പേജ് ഓതിയാൽ നാളെ നമ്മൾ 20 പേജ് ഓതാനായിട്ട് നമ്മളെ തോന്നിപ്പിക്കും. ഇൻഷാ അള്ളാ അള്ളാഹു നമുക്കങ്ങനെ ഓതാനായിട്ട് തൗഫീക്ക് നൽകട്ടെ. ഇനി 75 പേജിൽ 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. അപ്പോൾ ഇതിന് ഈ ഒരു എന്ന് വെച്ചാൽ നമ്മൾ സുബ്ഹിക്ക് മുമ്പോ അതിന് ശേഷം ഒരു 10 പേജ് ഓതാം. അത് കഴിയുമ്പോൾ ഒരു 65 പേജ് ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ളുഹറിന് മുമ്പായിട്ടോ ശേഷമായിട്ടോ 20 22 പേജോ കഴിയുന്നത് പോലെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഹത്തം നമുക്കങ്ങോട്ട് റമളാന് മുമ്പ് കഴിക്കാം. ഇപ്പോൾ ഈ 10 ദിവസം അല്ല 14 ദിവസം കൊണ്ട് നമ്മളൊരു ഹത്തമെങ്കിലും തീർത്ത് കാണുമല്ലോ. അതുകൊണ്ട് നാളെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ ഓതുവാനായിട്ട് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പിന്നെ നമ്മൾ പിന്നെ ഈ അസറിന് ശേഷം നമുക്ക് ഓതാൻ സമയം കിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് പണികൾ, നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് പണികളുണ്ടാവും. പുരുഷന്മാർക്ക് ജോലിക്ക് പോകുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നമുക്ക് ഓതാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് രാത്രി മഗ്‌രിബിനോ ഇശാഇൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഓതി അങ്ങോട്ട് തീർക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് 2 ഹത്തം കഴിക്കാം. പിന്നെ റമളാൻ ഖുർആൻ ഓതലാണ് ഏറ്റവും വലിയ പുണ്യകരമായ പ്രവൃത്തി. എന്ന് വെച്ചാൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഓതുന്നതിലായിരിക്കും ഏറ്റവും വലിയൊരു ഹൈറയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അർത്ഥം മനസ്സിലാക്കി നമ്മൾക്ക് ഓതാനായിട്ട് സാധിക്കണമെന്നില്ല. അങ്ങനെയെങ്കിലും ഒരു ഹത്തം തീർക്കാനാണ് നമ്മളോട് കൽപ്പിച്ചേക്കുന്നത്. കാരണം നമ്മൾ അർത്ഥം അറിയാതെ നമുക്കത് മനസ്സിലാവാതെ കുറേ ഓതിയിട്ട് മാത്രം കാര്യമില്ല. എന്നാൽ ഖുർആനോട് അടുക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് നമ്മൾ ഓതി അനുഭവിച്ചവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അത്രക്കും നല്ലൊരു നമ്മളുടെ ഒരു പ്രോബ്ലം സോൾവറാണ് നമ്മുടെ ഖുർആനല്ലേ. അള്ളാഹ് എത്ര നല്ല ഭംഗിയായിട്ടാണത്. അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞ് നമുക്ക് ഓതാൻ കഴിയട്ടെ. അതിനൊക്കെ അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കി അള്ളാഹു തരട്ടെ. ഈ 2ാമത്തെ 10 തീരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കട്ടെ. ആമീൻ.